അപ്പോൾ സക്സസ്സിലേക്കുള്ള 5 വഴികൾ, 5 ഷോർട്ട് കട്ടുകളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ ഈ സക്സസ് എന്ന് പറയുന്ന വേർഡ് തന്നെ എന്താണ്? സക്സസ്സിലേക്കുള്ള വഴികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കുക, SUCCESS എന്ന് പറഞ്ഞ സക്സസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നമ്മളുടെ ഗോള് സെറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ലക്ഷ്യം തീരുമാനിക്കണം, അല്ലേ? അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാൻ നിങ്ങളെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ സെൽഫായിട്ട് നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് എൻ്റെ ലക്ഷ്യം, എനിക്ക് ലൈഫിൽ ഇതാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്യുക. അപ്പോൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്, അർജുനനെ പോലെ ആവണം എന്നാണ് പറയാം. നമ്മൾ എന്താണ്, നമ്മുടെ അർജുനൻ്റെ ഗുരു എന്ന് പറയുന്നത് ദ്രോണരാണ്. ദ്രോണർ ഇങ്ങനെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് നടത്താണ്. അമ്പ് ചെയ്തിട്ട് ആരാണ് മരത്തിന്റെ മുകളിലിരിക്കുന്ന പക്ഷിയുടെ കണ്ണ് ആദ്യം അമ്പ് ചെയ്ത് കറക്റ്റ് കണ്ണിലേക്ക് അമ്പ് ചെയ്ത് വീഴ്ത്തുന്നതെന്ന് പറഞ്ഞിട്ട് ദ്രോണർ ഇങ്ങനെ എന്താണ് ഒരു ടെസ്റ്റ് വെച്ചു. അപ്പം ആ സമയത്ത് ശിഷ്യന്മാരൊക്കെ വന്നു. അപ്പം ബാക്കിയുള്ള ശിഷ്യന്മാരുടെ അടുത്ത് എന്താണ്, ഇങ്ങനെ ഫുൾ അമ്പൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ദ്രോണർ ചോദിക്കും എന്താണ് നിങ്ങൾ കാണണത് എന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ പറയും, ഞാൻ മരം കാണുന്നുണ്ട്, മരത്തിലിരിക്കുന്ന പക്ഷീനെ കാണുന്നുണ്ട്, ചുറ്റുമുള്ള ആകാശം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങൾ പറയും. പക്ഷെ അർജുനന്റെ അടുത്ത് ചോദിക്കും, നീ എന്താണ് അർജുന കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയും, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അതേപോലെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ. ഗോള് കാണുമ്പോൾ എന്താണ്, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളുടെ ഗോള് മാത്രമായിരിക്കണം. ബാക്കി അതിൽ നിന്ന് നമ്മളെ ഡിവിയേറ്റ് ചെയ്യുന്ന, അതിൽ നിന്ന് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മളുടെ ശ്രദ്ധ പോകരുത്. നമ്മളുടെ ഗോൾ എന്താണോ അതിലേക്ക് മാത്രമായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. ഇനി നമ്മൾ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ എന്താണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട, ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗോളിൽ എത്താൻ, എൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ എന്നെ തടയുന്ന ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ് എൻ്റെ തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരാൾ. അയാൾക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ തടയാൻ പോകുന്നത് ഈ ലക്ഷ്യത്തിൽ നിന്ന്. ആ തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഞാൻ ചാടി മറികടന്ന് അപ്പുറത്ത് എത്തണം എന്നുള്ള കാര്യം അയാൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മളുടെ തടസ്സങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളുടെ സ്ട്രെങ്ത് ആണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുക, അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ്. ഇനി ഇതൊക്കെ ഈ തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണോ വേണ്ടത്? ഫുൾ നെഗറ്റീവ് ഒക്കെ അടിച്ച് സാഡ് ആയിട്ട് ഇരിക്കുകയാണോ വേണ്ടത്? അല്ല. എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക. കാരണം എപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ്, അപ്പം മാത്രമാണ് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക. നമുക്ക് ഫുൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഫുൾ സ്ട്രെസ്ഡ് ആയിട്ട് ഫുൾ നെഗറ്റീവ് മൈൻഡ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴൊക്കെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുക, നമുക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു പോസിറ്റീവ് മൈൻഡ് വേണം. നല്ല രീതിയിൽ ചിന്തിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക മാക്സിമം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, പോസിറ്റീവ് ഒക്കെ ആയിട്ടിരുന്നാലും ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരാൾ തലവെക്കും, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ പറയും അത് നമ്മളുടെ ഹാർട്ടിന്റെ എഫക്റ്റ് ആണെന്ന് പറയും കേട്ടോ. ഹാർട്ടും ബ്രെയിനും എന്ന് പറയുന്ന പോലെ ഹാർട്ടാണ്. ഇതാ ഇവിടെ നോക്കാം, നമുക്ക് ഈ ഒരു കോമിക് നോക്കി കഴിഞ്ഞാൽ കാണാം, അല്ലേ? ഹാർട്ട് എന്താ ചെയ്യണത്, നമ്മളുടെ ഈ സെൽഫ് ഡൗട്ട്, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെ? എപ്പോഴും നിങ്ങൾക്കുള്ള പ്രശ്നമാണ്. നിങ്ങൾ ചോദിക്കുകയും ചെയ്യും, മിസ് എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് ഇല്ലേ, അതിനെടുത്ത് തൂക്കി ദൂരെ എറിഞ്ഞോ. കാരണം നോക്കുക, ഈ ഹാർട്ടാണ് നമ്മളെ ഈ സെൽഫ് ഡൗട്ടും കൊണ്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടാണ് ഗോളിലേക്ക് കയറാൻ നോക്കുന്നത്. പറ്റുമോ? ഓരോ തവണ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യും, ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് പോകും. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള ആ ഒരു മൈൻഡ് എടുത്ത് മാറ്റാം. എനിക്കിത് പറ്റും, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് അഫർമേഷൻസ് വെച്ചിട്ട് നമ്മളുടെ ബ്രെയിനിൽ നിറയ്ക്കാം. കണ്ടോ, ബ്രെയിൻ ഇവിടെ പറയുന്നുണ്ട് ഹാർട്ടിൻ്റെ അടുത്ത്, മേ ബി ഇറ്റ് വുഡ് ബി ഈസിയർ ഇഫ് യു പുട്ട് ദിസ് ഡൗൺ. ഇതൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നടന്ന് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നമ്മളുടെ ബ്രെയിനിനെ ഫോളോ ചെയ്യണം. ബ്രെയിൻ പറയുന്ന ഇടയ്ക്കൊക്കെ കേൾക്കണം. നമ്മളുടെ ബ്രെയിനിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അല്ലേ? നമ്മൾ രാത്രിയൊക്കെ
സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഷൂ ഈ സ്വപ്നമൊക്കെ എവിടെ നിന്ന് കണ്ടു എന്നല്ലേ. ഇത് നമ്മൾ തന്നെ ഇങ്ങനെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡ്രീംസ് ആയിട്ട് കാണുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വേണം എന്ന് വെച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു, ഞാനിത് ലക്ഷ്യം നേടി എന്നുള്ളത് പോലുള്ള അഫർമേഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവ് അഫർമേഷൻസ് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടാണ് റിസൾട്ട്സ് തരിക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ സെൽഫ് ഡൗട്ടിനെയൊക്കെ എടുത്ത് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള പറ്റില്ല 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 എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യണം, ദൂരെ എറിഞ്ഞു കളയാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ചലഞ്ചസിനെ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ എംബ്രേസ് ചെയ്യണം. നമ്മളിങ്ങനെ ഫുൾ ഞാൻ സക്സസ്സിലേക്ക് പോവാണ്, അതുകൊണ്ട് എനിക്ക് ഒരു തടസ്സങ്ങളും വരാൻ പാടില്ല, ഞാനിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഞാൻ എൻ്റെ സക്സസ്സിലെത്തും. അങ്ങനെയല്ല. നിങ്ങൾ പൗലോ കൊയ്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, സ്ട്രേറ്റ് റൂട്ട്സ് ഒരിക്കലും സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ ഉണ്ടാക്കില്ല. നിങ്ങൾ പോകുന്ന റോഡ് സ്ട്രേറ്റ് ആണെങ്കിൽ എന്താണ്, അങ്ങനെ തന്നെ പോകണ്ടാവും അല്ലേ. പക്ഷെ നല്ലോണം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ എന്താണ്, അത്യാവശ്യം ട്രാഫിക് ഒക്കെ വേണം അല്ലേ. അത്യാവശ്യം സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അത്യാവശ്യം ട്രാഫിക് ഒക്കെ വേണം, അത്യാവശ്യം കർവ്സ് ഒക്കെ വേണം. അപ്പം എപ്പോഴും കർവ്ഡ് റൂട്ട്സ് ആണല്ലേ, അത്യാവശ്യം ചെറിയ ചെറിയ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുന്ന സക്സസ്സിന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അൾട്ടിമേറ്റ്ലി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ സക്സസ്സിലേക്ക് എത്തി. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചലഞ്ചസ് വരുമ്പോൾ അവിടെ ഇരുന്ന് പോകാണ്ട് എന്ത് ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് നിങ്ങൾ വീണു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ വീണ്ടും എണീറ്റ് ഓടണം. ആ ഒരു പവർ വേണം, ആ ഒരു സ്പിരിറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ സക്സസ്സിലേക്ക് നടക്കുക. അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ സക്സസ്ഫുൾ ആവൂ എന്നുള്ളൊരു കാര്യമൊന്നും മനസ്സിലാക്കാതിരിക്കുക. ദെൻ എന്ത് ചെയ്യണം, ഇത്രയൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം. ഈ ഒരു ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു തവണ ലൈഫിൽ സക്സസ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ 9th അല്ലെങ്കിൽ 10th അല്ലെങ്കിൽ ഫുൾ A+ കിട്ടുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഒരു തവണ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴും സക്സസ്ഫുൾ ആവാനുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഒരു തവണ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആൾക്ക് പിന്നെയും ഈ സക്സസ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിക്കൊടുക്കാൻ തോന്നില്ല. അപ്പം എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു ട്രാക്കിൽ ഫോളോ ചെയ്ത് പോവുക. അതേപോലെ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക നിങ്ങൾക്കിത് പറ്റും എന്നല്ലേ. നമുക്ക് സ്വയം പ്രൂവ് ചെയ്യുന്നതിനോട് കൂടിയിട്ട് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാം, നോക്ക് എനിക്കിത് പറ്റും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ലൈഫിൽ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, ഇനി അങ്ങോട്ട് ലൈഫിലുള്ള ബാക്കി എന്ത് കാര്യമായിക്കോട്ടെ, ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള 5 കാര്യങ്ങൾ, സക്സസ് എന്നുള്ള വേർഡ് തന്നെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത് ഫോളോ ചെയ്യുക, pursue your dreams.